പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഐഫോണിക്സ് മൊബൈൽ സർവീസ് സെൻറ്റർ, ഡോർ ടു ഡോർ മൊബൈൽ സർവീസ് സെൻ്ററാണ്. ഇന്ന് നമ്മൾ നിൽക്കുന്നത് കനിവ് കമ്മ്യൂണിറ്റി സെൻറ്ററിനുള്ളിലാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഇന്നലെ ഒരു കോൾ വന്നായിരുന്നു. അതിൻ്റെ ചെയർമാൻ നമ്മളെ വിളിച്ചിരുന്നു. കാരണം ഒരു മൊബൈൽ ഫോൺ, ഓഫീസിൻ്റെ മൊബൈൽ ഫോണ് ഡിസ്പ്ലേ പൊട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് വാട്സപ്പിലൂടെ ഒരു ഫോട്ടോസ് ഇട്ട് വന്ന് നമ്മളത് ഡിസ്പ്ലേ സെലക്ട് ചെയ്ത് ഇന്നിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ബാക്കിയുള്ള ഇത് നമുക്ക് സ്ക്രീനിൽ കാണാം. കനിവ് കമ്മ്യൂണിറ്റി സെൻറ്ററുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ വർഷങ്ങളായിട്ട് ഈ ചാരിറ്റി പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ചെയർമാൻ ബഹുമാനപ്പെട്ട നൗഷാദ് സാഹിബിനെ നമുക്ക് രണ്ട് വാക്ക് സംസാരിക്കും. കനിവ് കമ്മ്യൂണിറ്റി സെൻറ്റർ എന്ന് പറയുന്നത് കഴിഞ്ഞ 3 വർഷക്കാലമായി വരുന്ന ഒരു ചാരിറ്റി സെൻറ്ററിനെയാണ്. ഇവിടെ പ്രധാനമായി നടക്കുന്നത് ഫിസിയോതെറാപ്പി ട്രീറ്റ്മെൻറ്റുകളാണ്. വളരെ ചിലവ് കുറഞ്ഞ ട്രീറ്റ്മെൻറ്റുകളാണ് ഇവിടെ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ വളരെ പാവപ്പെട്ടവർക്കാണെങ്കിൽ സൗജന്യമായിട്ട് ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. അതോടൊപ്പം തന്നെ ലാബ് സൗകര്യം ഇവിടെ ഉണ്ട്. രാജീവ് ഗാന്ധി ബയോടെക്നോളജിയുടെ കീഴിലുള്ള ലാബ് സൗകര്യമാണ് ഉള്ളത്. നിലവിൽ നമ്മുടെ ഓരോ ചാരിറ്റി പ്രസ്ഥാനങ്ങൾ വരുന്ന സമയത്തും അതിൻ്റെ ഒരു ലക്ഷ്യങ്ങളുണ്ട്, അതിൻ്റെ ഫൗണ്ടർ എന്നുള്ള നിലയിൽ. അപ്പം ഇതിൻ്റെ ഈ ഫൗണ്ടർ ഇതിനെ കൊണ്ടുള്ള ഉദ്ദേശ ശുദ്ധികളെക്കുറിച്ച് നമ്മുടെ ഹജാർ സാഹിബ് രണ്ട് പറഞ്ഞു. ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് തണലെന്ന് പറഞ്ഞ ലോകതലത്തിൽ തന്നെ ആഗോളതലത്തിൽ ഒരു ചാരിറ്റി പ്രസ്ഥാനമാണ് തണലിൻ്റെ ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്ത് ഞങ്ങളെല്ലാവരും പങ്കെടുത്തു. അപ്പോൾ അവരുടെ ഒരു ആശയമായിരുന്നു ബാലരാമത്ത് ഇങ്ങനെ ഒരു ഫിസിയോതെറാപ്പി അതിൻ്റെ മെൻ്റൽ ഹെൽത്ത് സെൻറ്റർ തുടങ്ങണമെന്ന്. അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഇവിടെ തുടങ്ങിയത്. ആദ്യം തുടക്കത്തിൽ തന്നെ വളരെ പൂർണ്ണമായിട്ടും ചാരിറ്റി ആയിട്ടാണ് ചെയ്തത്. ഇപ്പോൾ എന്നാൽ ആവശ്യക്കാർ നമ്മുടെ ചെറിയ ഫീസുകൾ ഇതിൻ്റെ വാടക മറ്റ് തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടി ചെറിയ ഫീസുകൾ ഈടാക്കുന്നുണ്ട്. എന്നാൽ നിർധനരായ ആൾക്കാർക്ക് പരിപൂർണമായും സൗജന്യമായിട്ടാണ് ചെയ്യുന്നത്. ഇവിടുന്ന് രോഗപ്രാപ്തി, അതായത് രോഗം ചികിത്സിച്ച് ഭേദമായ നിരവധി പേരുണ്ട്. പെയിൻറ്റിങ് തൊഴിലാളികളുണ്ട്, ഓട്ടോറിക്ഷ തൊഴിലാളികളുണ്ട്. അങ്ങനെ അവർ ജീവിതത്തിലേക്ക് അവരെ കൊണ്ടുവരാനായിട്ട് ഈ ചാരിറ്റി സെൻറ്ററിന്, ഈ ഫിസിയോതെറാപ്പി സെൻറ്ററിന് കഴിഞ്ഞു. അതിൽ ഞങ്ങൾക്ക് വളരെ അഭിമാനവുമുണ്ട്. മൊബൈൽ ലൈവ് സർവീസ് സെൻ്റർ നമ്മൾ ലൈവായിട്ട് ഇപ്പം നമ്മളെ കനിവ് കമ്മ്യൂണിറ്റി സെൻ്ററിൻ്റെ മൊബൈൽ ഫോണ് ഡിസ്പ്ലേ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ചെയർമാന് ഇത് എങ്ങനെയാണ് നമ്മളായിട്ട് ബന്ധപ്പെടാനുള്ള ഒരു സാഹചര്യം കിട്ടിയത്? ലൈവായിട്ട് ചെയ്യുന്നത് ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. നിങ്ങളുടെ വീഡിയോകളൊക്കെ ശ്രദ്ധിക്കും. ശരി, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ കോൾ ചെയ്തത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഫോട്ടോയും ഡീറ്റെയിൽസൊക്കെ വേണമെന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഇട്ട് തരാണ് ചെയ്തത്. ഇപ്പോൾ നമ്മൾ ലൈവായിട്ട് വന്ന് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ചെയ്തു തീർന്നാൽ അതിൻ്റെ റിസൾട്ട് ആണ്. ഓക്കെ. XP എന്നുള്ള മോഡല് ഇപ്പം നമ്മൾ ഇവിടെ കനിവ് സെൻറ്ററിൽ കിട്ടിയതാണ്. അപ്പോൾ നമ്മൾ റെഡിയാക്കി അതിൻ്റെ സെക്രട്ടറി ആകാ സാഹിബിൻ്റെ കൈകളിൽ ഞങ്ങൾ കൊടുക്കുകയാണ്. അപ്പം നിലവിൽ അതിൻ്റെ അടിപൊളിയാണ്. അപ്പം എന്താ നമ്മളെ ഐഫോണിക്സിനെ കുറിച്ച് രണ്ട് വാക്ക് പറയാനുള്ളത്? ആളുകൾക്കൊക്കെ വളരെ സൗകര്യപ്രദമായുള്ള ഒരു കാര്യമാണ്. ഒരു മൊബൈൽ ഷോപ്പ് നോക്കി നടക്കേണ്ട കാര്യമില്ല. ഇവരുടെ കോൺടാക്ട് നമ്പർ നമ്മൾ മാറ്റി വെച്ചിരുന്നാൽ നമ്മുടെ ഫോണിൻ്റെ ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിസ്പ്ലേ ആയിരുന്നാൽ പോലും നമ്മുടെ സ്ഥലത്ത് വന്ന് അവർ ചെയ്തു തരുന്നുണ്ട്. ഇത് വളരെ സാറ്റിസ്ഫാക്ഷനായിട്ട് ഈ വർക്ക് ചെയ്തു തന്നിട്ടുണ്ട്. വളരെ ബെറ്ററാണ് ഇതിൻ്റെ വർക്കും ഇതിൻ്റെ പ്രവർത്തനം എല്ലാം വളരെ ശ്ലാഘനീയമാണ്. കാരണം
ഒരാൾക്ക് ഇന്നത്തെ കാലത്ത് ഇപ്പം സഞ്ചരിക്കാൻ കഴിയാത്ത ആളുകൾക്ക് തന്നെ വീട്ടിൽ ഇരുന്നുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ പ്രസ്ഥാനം കൊണ്ട് സാധിക്കുമെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വളരെയധികം നന്ദി രേഖപ്പെടുന്നു. ഓക്കെ, അതോടൊപ്പം തന്നെ നമുക്ക് എടുത്ത് പറയാനുള്ളത് നമ്മൾ ഈ കനിവ് കമ്മ്യൂണിറ്റി സെൻ്ററുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലും സഹായ സഹകരണങ്ങൾ നൽകുവാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ QR കോഡാണ്, അതിൻ്റെ ഫോട്ടോസ്, അതിൻ്റെ നമ്പർ, അവരുടെ കോൺടാക്ട് നമ്പറൊക്കെ നമ്മൾ കോൺടാക്ട് നമ്പർ ഈ ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും. അപ്പം വീണ്ടും നമ്മൾ കാണാം. ഓക്കെ.